ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ ഏഴരക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, ഇന്ത്യയുടെ പണപ്പെരുപ്പ നിരക്ക്, യു എസിലെ പണപ്പെരുപ്പ നിരക്കും യു എസിലെ പലിശ നിരക്ക് വർധനവ് തീരുമാനങ്ങളും, അങ്ങനെ മൂന്ന് വലിയ ഈവൻറ്റുകളുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയുടെ പണപ്പെരുപ്പ നിരക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് 12 മാസത്തെ ലോയിലാണ്, വളരെ കംഫർട്ടബിളാണ്. യു എസിലെ ഇൻഫ്ലേഷൻ നോക്കുമ്പോഴും അവിടെയും ഫോർകാസ്റ്റ് ചെയ്തതിൽ നിന്നും താഴെയാണ് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരിക്കുന്നത്, 4.75. ഇനി യു എസിലെ ഈ പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ചുള്ള തീരുമാനം നോക്കുകയാണെങ്കിൽ അൺചേഞ്ച് ആണ്. നമ്മളുടെ മോണിറ്ററി പോളിസി പോലെ അവിടെയും പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ തവണ അതായിരുന്നില്ല അവർക്ക് വേണ്ടിയിരുന്നത്. പലിശ നിരക്ക് കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അത് സംഭവിച്ചിട്ടില്ല. അതിനുശേഷം നടന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ജെറോം പവൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വർഷം ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇതിനു മുമ്പ് എക്സ്പെക്റ്റ് ചെയ്തത് 3 റേറ്റ് കട്ട് ഉണ്ടാകുമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യു എസ് മാർക്കറ്റിലെ വലിയ തോതിൽ പോസിറ്റീവായിട്ടൊന്നും റിയാക്ട് ചെയ്തില്ല. എന്നാൽ നാസ്ഡാക്ക് ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു റാലി കണ്ടു. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ഥിതിഗതികൾ യു എസിൽ കംഫർട്ടബിളാണ്, പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ തിരികെ എത്തി, ഗോൾഡും തിരികെ എത്തി, എല്ലാം തന്നെ ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്ക് എക്സ്ക്ലൂസീവായിട്ട് വരാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ FIIസും DIIസും 2 വിഭാഗം ആളുകളും നെറ്റ് ബയേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യം. FIIസ് 427 കോടി രൂപയും DIIസ് 234 കോടി രൂപയുടെ നെറ്റ് ബൈങ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരാഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം, തിങ്കളാഴ്ച മീൻസ് ഈ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള തിങ്കളാഴ്ച മാർക്കറ്റ് അവധി ആയതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം 3 എക്സ്പയറി ഉണ്ടാവും. ഇന്ന് നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഉള്ളത്. അപ്പോൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആ ഒരു കോൺട്രാക്റ്റുകളെല്ലാം തന്നെ എക്സ്പയറി ആയി പോവേണ്ടതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വയലൻ്റ് മൂവ്, ഒരു സ്ലൈറ്റ്ലി വയലൻ്റ് മൂവൊക്കെ ഉണ്ടാവും. വിക്സ് 14.4 ആയതുകൊണ്ട് അതിശക്തമായിട്ടുള്ളൊരു മൂവ്മെൻ്റൊന്നും നമ്മൾ ആരും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പ്രീമിയം എല്ലാം തന്നെ അൾട്രാ ചീപ്പായ രീതിയിലാണ് ഇപ്പോൾ നിൽപ്പ്. ഇനി ഈ വിക്സ് ഇനിയിപ്പോൾ 14 നിന്ന് 10 എത്തുമ്പോൾ ഇത്രയും കൂടി പ്രീമിയം ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകൾ നോക്കുമ്പോൾ L&T ഫിനാൻസ് കമ്പനി, ബൈൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇവരുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, L&T ഫിനാൻസിലെ റിമൈനിങ് ഇവരുടെ സ്റ്റേക്ക്, ഇവരുടെ നിക്ഷേപം ഓപ്പൺ മാർക്കറ്റിലൂടെ ബ്ലോക്ക് ഡീലിലൂടെ സെല്ല് ചെയ്യാനായിട്ട് ഉള്ള തീരുമാനമുണ്ട്. 2 തരത്തിലാണ് ഇവർ സെല്ല് ചെയ്യുന്നത്. ഒന്ന് ഓപ്പൺ മാർക്കറ്റിലൂടെ സെല്ല് ചെയ്യും. അത് അല്ലാതെയുള്ള ഈ എക്സ്ചേഞ്ചിനെ അറിയിച്ചത് കൊണ്ട് പ്രത്യേക പ്ലാറ്റ്ഫോം, ഏകദേശം ഒരു 9 to 950 ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ട്. ബൾക്ക് ബ്ലോക്ക് ഡീലുകൾ, അതായത് 500 കോടി രൂപയ്ക്ക് മുകളിൽ വാങ്ങൽ വിൽപ്പന നടത്തുന്നത് സാധാരണ മാർക്കറ്റിലൂടെ അല്ല, ഇവർക്ക് വേണ്ടിയിട്ട് വേറൊരു ഗേറ്റ് വേ കൂടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. ശോഭ എന്ന് പറയുന്ന റിയാലിറ്റി കമ്പനി 2000 കോടി രൂപ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഫണ്ട് ഇവർ റൈസ് ചെയ്യുന്നുണ്ട്. വേൾപൂൾ കമ്പനി ഇവർ HUL ആയിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. ടോറൻറ്റ് ഫാർമ കമ്പനി, US ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥർ ഇവരുടെ ഈ ടോറൻറ്റ് ഫാർമയുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൽ ഇൻസ്പെക്ഷൻ നടത്തി. ഇൻസ്പെക്ഷന് ശേഷം കുറച്ച് 5 നിരീക്ഷണങ്ങൾ, 5 ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം നിരീക്ഷണങ്ങൾ, ഒബ്സർവേഷൻസ് റൈസ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമല്ല. ഡോക്ടർ റെഡ്ഡി കമ്പനി, അത് മറ്റൊരു ഫാർമ കമ്പനിയാണ്. US ഒരു മെയിനായിട്ടുള്ളൊരു ഫാർമ കമ്പനീനെ ഇവർ അക്യൂർ ചെയ്ത് എന്നുള്ള ന്യൂസ് ഏറ്റെടുത്തു. സാക്സോഫ്റ്റ് കമ്പനി ഇവർ AUG മെൻറ്റോ ലാബിൽ പൂർണ്ണമായിട്ടും നിക്ഷേപം നടത്തി ഇവർ ഏറ്റെടുത്തിട്ടുണ്ട്. എക്സൈഡ് ഇൻഡസ്ട്രീസ് ബാറ്ററി നിർമ്മാണ കമ്പനിയാണ്. ഇവർ 75 കോടി രൂപയാണ് എക്സൈഡ് എനർജി സൊല്യൂഷൻ എന്ന് പറയുന്ന ഇവരുടെ തന്നെ സബ്സിഡറി കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ജെൻസോൽ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 250 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ളൊരു പുതിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ ഓർഡർ കിട്ടി. നാഗാർജുന ഫെർട്ടിലൈസർ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഓപ്പൺ മാർക്കറ്റിലൂടെ 0.2% സ്റ്റേക്ക് വിറ്റ് ഒഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഓപ്പൺ മാർക്കറ്റാണ്, നേരത്തെ പറഞ്ഞ ബൾക്ക് ബ്ലോക്ക് ഡീലല്ല. ബോണ്ട് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 939 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇൻഡിഗ്രിയ എസൻഷ്യ കമ്പനിക്ക് 21 കോടി രൂപയുടെ ഓർഡർ കിട്ടി. BLS ഇൻ്റർനാഷണൽ കമ്പനി വിസ സർവീസൊക്കെ നടത്തുന്ന കമ്പനിയാണ്. ഇവർ ബലോസി ലയോൺ സർവീസിന്
ൻ്റെ 100% സ്റ്റേക്കും അക്യൂർ ചെയ്തു. ആംബർ എൻ്റർപ്രൈസസ് ജിൻ ഇലക്ട്രോണിക്സിൻ്റെ 5% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. 361 WAM കമ്പനി ഇവർ 366 കോടി രൂപയ്ക്ക് മണി ഗോൾ എന്ന് പറഞ്ഞ കമ്പനീനെ അക്യൂർ ചെയ്തു. ഡാൽമിയ ഭാരത് കമ്പനി ഇവർ 47 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്രൊജക്റ്റ് കർണാടകയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ, IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ് തുടങ്ങിയ നിക്ഷേപകരും ട്രേഡേഴ്സും തേടുന്ന എല്ലാ മറ്റുള്ള ഇൻഫർമേഷൻസ് നമ്മളുടെ bismate.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലെ ട്രേഡിംഗ് ഡിവിഷനായിട്ടുള്ള ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബിൽ ലഭ്യമാണ്. ചെക്ക് ചെയ്യാം. അതിൻ്റെ ഡയറക്റ്റ് ലിങ്കും നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ഡയറക്റ്റ് ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, ബുക്ക് മാർക്ക് ചെയ്യാം. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം നിഫ്റ്റിയുടെ എക്സ്പയറി ആണല്ലോ. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 23,322 23,200 23,000 സപ്പോർട്ട് സോണുകളായിട്ട് നിൽക്കുന്നുണ്ട്. 23,500 23,800 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് നിലവിലുള്ളത്. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ബിറ്റ്കോയിൻ കാണാം $1,100 ഉയർന്നു. ഗോൾഡും $2,320 തിരികെ $20 സ്പൈക്ക്. ബ്രന്റ് ഓയിൽ $82 ഉയർന്നു. ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഓൾറെഡി നമുക്ക് 14.38. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ കാണാം. ഡാക്സ്, CAC 40, FTSE പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നാസ്ഡാക്ക് കാണാം 267 പോയിൻറ്റിൻ്റെ ശക്തമായിട്ടുള്ള റാലി, 1.5%. ഡോ 35 പോയിൻറ്റിൻ്റെ ഒരു ഫ്ലാറ്റായിരുന്നു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ HDFC 2% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫോസിസും വിപ്രോയും ഫ്ലാറ്റായിരുന്നു. ഇതാണ് ഇപ്പോൾ ഉള്ള മറ്റുള്ള ന്യൂസുകൾ. നാസ്ഡാക്ക് ടെക്നോളജി കമ്പനീസ് ആയിട്ടുള്ള നാസ്ഡാക്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ശക്തമായിട്ടുള്ളൊരു റാലി നടത്തിയിട്ടുണ്ട്. ടെക്നോളജി കമ്പനീസാണ് പൊതുവേ നല്ല രീതിയിലുള്ള റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. NVIDIA 3% ഉയർന്നു. ടെസ്ല 3% ഉയർന്നിട്ടുണ്ട്. ആപ്പിളും 2.5-3% ഒരു സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. ഒട്ടുമിക്ക ടെക്നോളജി കമ്പനീസും റാലി രേഖപ്പെടുത്തിയൊരു അവസ്ഥയിലാണ് ഉള്ളത്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഡോ ഒരു ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും ഫ്ലാറ്റായ രീതിയിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 50 പോയിൻറ്റ് മുകളിൽ ഒരു ഓപ്പണിങ് കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ ഇതാണ് സൂചിപ്പിക്കുന്നത്. 50 പോയിൻറ്റ് മുകളിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ സമയം ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു 6 മണിയോടെ അനുബന്ധിച്ച്. അതിനുശേഷം കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇപ്പോൾ നിൽക്കുന്നത് 50 മുതൽ 100 വരെയുള്ള പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് കിട്ടുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതാണ് കാണിക്കുന്നത്. ഇനി മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഗിഫ്റ്റ് നിഫ്റ്റിയാണ്, നമുക്ക് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നല്ലൊരു മാർക്കറ്റ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.